വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ക്രോഷ്യ ഫ്ലവർ പോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 4 കളർ യാൺ എടുക്കുന്നുണ്ട്. 4 mm ഹൂക്കുമാണ് എടുക്കുന്നത്. കുറച്ച് ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ വരുന്നൊരു ചെടിച്ചട്ടിയാണിത്. ഇതിനായിട്ട് നമുക്ക് ആദ്യം മാജിക് റിംഗ് ചെയ്യാം. മാജിക് റിങ്ങിൽ 7 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ, second single crochet, third single crochet, fourth single crochet, fifth single crochet, sixth single crochet, seventh single crochet. 1 2 3 4 5 6 7. അപ്പോൾ നമ്മൾ 7 സിംഗിൾ ക്രോഷ്യ മാജിക് റിങ്ങിൽ ചെയ്തു. ഇനി ടെയിലിൻ്റെ നല്ലപോലെ വലിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷ്യയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഫസ്റ്റ് റൗണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. സെക്കൻഡ് റൗണ്ടിൽ ആദ്യം നമുക്കൊരു ചെയിൻ ആഡ് ചെയ്യാം. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ 7 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. 7 സ്റ്റിച്ചസ് നമുക്കിവിടെ കൗണ്ട് ചെയ്തെടുക്കാം. ഇനി ഓരോന്നിലും 2 സിംഗിൾ ക്രോഷ്യ വീതമാണ് ചെയ്യേണ്ടത്. ആദ്യത്തേതിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്തു. ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷ്യയിൽ ഒരു സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യാൻ മറക്കരുത്. ഇനി ബാക്കിയുള്ള 6 സ്റ്റിച്ചസിലും നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ വീതമാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം 14 സ്റ്റിച്ചസ്, 14 സിംഗിൾ ക്രോഷ്യയാണ് കിട്ടുന്നത്. സെക്കൻഡ് റൗണ്ട് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 2 സ്റ്റിച്ചസ് കാണാം. അതിൽ ആദ്യത്തേത് നമ്മൾ ഇട്ട് കൊടുത്ത ചെയിനാണ്, രണ്ടാമത്തേതാണ് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ. ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇട്ടിരുന്നത്. ഇതിലേക്ക് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് റൗണ്ട് ക്ലോസ് ചെയ്യാം. ഓരോ റൗണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെയിൻ കൊടുത്തിട്ടാണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ റൗണ്ടിലും ഒരു ചെയിൻ കൊടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മൂന്നാമത്തെ റൗണ്ടിലെ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ക്രോഷ്യയും രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസുമാണ്. അതായത് ആദ്യം കാണുന്ന സ്റ്റിച്ചിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുക്കും, രണ്ടാമത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ കൊടുക്കും. ആ രീതിയിലാണ് നമ്മൾ തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യുകയാണ്. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യും, തൊട്ടടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യും. ഈ ഒരു പാറ്റേണിൽ നമുക്ക് റൗണ്ട് 3 ചെയ്തെടുക്കാം. 1 2 1 2 എന്ന പാറ്റേൺ ആണ് മൂന്നാമത്തെ റൗണ്ടിൽ ചെയ്യുന്നത്. 21 സ്റ്റിച്ചസ് ചെയ്തു. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ക്ലോസ് ചെയ്യാം. നാലാമത്തെ റൗണ്ടിൽ ആദ്യം ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. നാലാമത്തെ റൗണ്ടിൽ 2 സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ് എന്ന പാറ്റേണിലാണ് പോകുന്നത്. അതായത് ആദ്യത്തെ 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതവും, മൂന്നാമത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. 1 1 2 1 1 2 എന്ന പാറ്റേണിലാണ് നാലാമത്തെ റൗണ്ട് ചെയ്യുന്നത്. നാലാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം 28 സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുന്നത്. ലാസ്റ്റ് നമ്മൾ ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷ്യയിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് റൗണ്ട് ക്ലോസ് ചെയ്യാം. അടുത്ത റൗണ്ടിലേക്ക് പോവാം. മുന്നേ പറഞ്ഞു ഓരോ റൗണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെയിൻ കൊടുത്തിട്ടാണ്. നമുക്ക് ഈ റൗണ്ടിലും ഒരു ചെയിൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. അഞ്ചാമത്തെ റൗണ്ടിലെ പാറ്റേൺ എന്ന് പറയുന്നത് 1 1 1 2 എന്ന പാറ്റേൺ ആണ്. അതായത് ആദ്യത്തെ 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതവും, നാലാമത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ, അതായത് ഇൻക്രീസുമാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന സിംഗിൾ ക്രോഷ്യയുടെ എണ്ണം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ റൗണ്ട് ഫിനിഷ് ആകുമ്പോഴും ഇത്രയും എണ്ണം സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യണം. ഒരു റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയിൻ കൊടുത്തിട്ടും എൻഡ് ചെയ്യുന്നത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുമാണ്. ഇനി നമുക്ക് 6ാമത്തെ റൗണ്ടിലേക്ക് പോകാം. 6ാമത്തെ റൗണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. ആദ്യം ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് ബാക്ക് ലൂപ്പ് ഉള്ളിയാണ്. ബാക്ക് ലൂപ്പ് എന്താണെന്ന് കാണിച്ചു തരാം.
നമുക്ക് ഈ വി ഷേപ്പിലുള്ള സ്റ്റിച്ചസ് നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഫ്രണ്ടിലുള്ളത് ഫ്രണ്ട് ലൂപ്പും ബാക്കിൽ പോകുന്നത് ബാക്ക് ലൂപ്പുമാണ്. നമ്മൾ ഈ ബാക്ക് ലൂപ്പ് വഴി മാത്രമാണ് ഇനി സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഈ ഒരു പാറ്റേണിൽ ബാക്കിലത്തെ ലൂപ്പിൽ ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റിച്ചിലും ബാക്ക് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ, മൂന്നാമത്തെ സ്റ്റിച്ചിലും ബാക്ക് ലൂപ്പിൽ ഒരു സിംഗിൾ ക്രോഷ്യ, നാലാമത്തെ സ്റ്റിച്ചിലും ബാക്കിൽ ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി അഞ്ചാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ, അതും ബാക്ക് ലൂപ്പാണ്. 1 1 1 1 2 എന്ന പാറ്റേണിൽ ആറാമത്തെ റൗണ്ട് നമുക്ക് ചെയ്ത് തീർക്കാം. എല്ലാം ബാക്ക് ലൂപ്പിലൂടെ മാത്രമാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ക്ലോസ് ചെയ്യാം. ആറാമത്തെ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 42 സ്റ്റിച്ചസ് ആണ് നമുക്കുള്ളത്. ഇനി 7 മുതൽ 13 വരെയുള്ള റൗണ്ട് നമ്മൾ ചെയ്യുമ്പോൾ 42 സിംഗിൾ ക്രോഷ്യ വീതമാണ് ചെയ്യുന്നത്. ഓരോ റൗണ്ടിലും ഒരു ചെയിൻ ആഡ് ചെയ്യാനും അവസാനം സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാനും മറക്കരുത്. ഇവിടെ നമ്മൾ ബാക്ക് ലൂപ്പ് എന്നോ ഫ്രണ്ട് ലൂപ്പ് എന്നോ ഒന്നും പറയുന്നില്ല. ലൂപ്പിൽ 2 ലൂപ്പും കൂടെ ചേർത്ത് തന്നെയാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തു പോകുന്നത്. ഇനി നമുക്ക് 13 റൗണ്ട് ഫിനിഷ് ചെയ്തിട്ട് കാണാം. 13 റൗണ്ട് ചെയ്തു കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഒരു കൊട്ടയുടെയൊക്കെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത 14ാമത്തെ റൗണ്ടിലേക്ക് പോകാം. ആദ്യം ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 4 സിംഗിൾ ക്രോഷ്യയും ഒരു ഡിക്രീസും ആണ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ ഓരോ സ്റ്റിച്ചിലും, ആദ്യത്തെ 4 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യും. ഇത് രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യയാണ്. 3 സിംഗിൾ ക്രോഷ്യ, 4 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി വരുന്നത് നമുക്ക് ഡിക്രീസ് ആണ്. ഡിക്രീസ് എന്ന് പറയുന്നത് ഈ ഫ്രണ്ട് ലൂപ്പിൽ 2 സ്റ്റിച്ചസിൻ്റെ ഫ്രണ്ട് ലൂപ്പ് മാത്രം സെലക്ട് ചെയ്ത് അതിലൂടെ യാൺ വലിച്ച് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യും. അപ്പോൾ 2 സ്റ്റിച്ചസിനെ നമ്മൾ ഒന്നാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഡിക്രീസ് എന്ന് പറയുന്നത്. ഇനി വീണ്ടും നമ്മൾ 4 സിംഗിൾ ക്രോഷ്യ ചെയ്ത് 2 ഡിക്രീസ് ചെയ്യും. ഒരു ഡിക്രീസ്, 2 അല്ല, ഒരു ഡിക്രീസ്. അതായത് 2 സ്റ്റിച്ചസിനെ നമ്മൾ ചേർത്ത് ഒറ്റ സ്റ്റിച്ചാക്കി എടുക്കും. ലാസ്റ്റ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമുക്കിത് ക്ലോസ് ചെയ്യാം. അടുത്ത റൗണ്ടിൽ ഒരു ഡിസൈനാണ് നമ്മൾ കൊടുക്കുന്നത്. പല വീഡിയോകളിലും പണ്ടൊക്കെ ഈ ഒരു ടൈപ്പ് ചെടിച്ചിട്ട് ഉണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ലാസ്റ്റ് റൗണ്ടിൽ നമ്മൾ ആദ്യം ഒരു ചെയിൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഫ്രണ്ട് ലൂപ്പ് ഉള്ളിയാണ്. ഇവിടെ ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ നമ്മുടെ സ്റ്റിച്ചിൽ ഫ്രണ്ട് നമുക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ലൂപ്പാണ് ഫ്രണ്ട് ലൂപ്പ്. ഈ ലൂപ്പിൽ നമ്മൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്യും. ഇത് ഓരോന്നുമാണ് ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ലൂപ്പിൽ, ഫ്രണ്ട് ലൂപ്പിൽ നമുക്ക് ഡബിൾ ക്രോഷ്യ ഒരെണ്ണത്തിൽ 4 എണ്ണം വീതമാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് ഡബിൾ ക്രോഷ്യ, തേർഡ് ഡബിൾ ക്രോഷ്യ, ഫോർത്ത് ഡബിൾ ക്രോഷ്യ. ഇനി നമുക്ക് തൊട്ട അടുത്തുള്ള സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. അത് ചെയ്യുന്നില്ല. അതിനടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യും. സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ നമ്മൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്യും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് റൗണ്ടിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ ഫ്രണ്ട് ലൂപ്പിൽ നമ്മൾ 4 ഡബിൾ ക്രോഷ്യ ചെയ്യും. തൊട്ടടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യും. അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യും. അതിനടുത്ത സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യും. ആമസോണിൽ നിന്ന് വാങ്ങിയ ടീഷർട്ട് യാൺ വെച്ച് ചെയ്തൊരു ഹാമ്പറാണിത്. ഇത് വർക്ക് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ കയ്യിലിരുന്ന് യാണൊക്കെ തീർന്നു. ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള യാൺ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതുകൂടി വന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്തിരുന്ന ഹൂക്ക് ആൻഡ് യാൺ എന്ന് പറഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ ടൂൾസൊക്കെ വെക്കാനുള്ളൊരു സ്റ്റോറേജ് ബോക്സ് ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. നമ്മുടെ ചെടിച്ചട്ടിയുടെ 15ാമത്തെ റൗണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡിസൈൻസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. ഇനി ഇതിൻ്റെ അവസാനം നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഇത് ക്ലോസ് ചെയ്യണം. എങ്ങനെയാന്ന് നോക്കാം.
ലാസ്റ്റ് ദാണ്ട് ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെയിനും കൂടെ ഇട്ട് കൊടുക്കണം. ഒരു ചെയിനും കൂടി ഇട്ട് കൊടുത്തു. യാൺ നല്ലതുപോലെ വലിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ പോട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പോട്ടിൻ്റെ ഷേപ്പ് വരുന്നത്. നമുക്കിനി പോട്ടിൻ്റെ താഴ്ഭാഗത്തു കൂടി നമുക്കൊരു ഡിസൈൻ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. യാൺ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ വലിച്ചെടുത്തിട്ടുണ്ട്, എന്നിട്ട് കട്ട് ചെയ്തു. ഇനി ഹൂക്ക് ഉപയോഗിച്ച് പോട്ടിനകത്തുകൂടെ പുറത്തേക്കെടുത്ത് യാൺ വലിച്ച് അകത്തേക്ക് വലിച്ചിട്ടിരുന്നാൽ മാത്രം മതി, കട്ട് ചെയ്യണമെന്നില്ല. അതവിടെ കിടന്നോളും, കുഴപ്പമില്ല. ഇനി നമ്മൾ പോട്ടിൻ്റെ താഴ്വശത്ത് നമ്മൾ ആദ്യം ബാക്ക് ലൂപ്പ് പൊള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റിച്ചസ് ഇങ്ങനെ ഒരു ഡിസൈനായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അതിലേക്ക് നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് വീതം ചെയ്യണം. ഇതിനായിട്ട് പോട്ട് ചെയ്ത സെയിം കളർ യാൺ തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ ഏതെങ്കിലും ഒരു സ്റ്റിച്ച് ചൂസ് ചെയ്യാം. എന്നിട്ട് ആ സ്റ്റിച്ചിനുള്ളിലേക്ക് നമ്മുടെ ഹൂക്ക് ഇൻസേർട്ട് ചെയ്യാം. ഹൂക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ അതിനകത്തുകൂടെ വലിച്ച് പുറത്തെടുത്ത് നമുക്കൊരു ചെയിൻ ഇട്ട് കൊടുക്കാം. ടെയിലെൻഡും വർക്കിംഗ് യാണും മാറിപ്പോകരുത്. വർക്കിംഗ് യാൺ വെച്ചിട്ടാണ് നമ്മൾ ചെയിൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെയിൻ ഇട്ട് കൊടുത്തു. ഇനി യാൺ നല്ലതുപോലെ വലിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ടെയിലെൻഡിലാണ് വലിക്കുന്നത്. ഇനി നമ്മൾ ചെയിൻ കൊടുത്ത അതേ സ്റ്റിച്ചിനകത്തൂടെ തന്നെ ഹൂക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ വലിച്ച് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഓരോ സ്റ്റിച്ചിലും നമ്മൾ ഓരോ സ്ലിപ്പ് സ്റ്റിച്ച് വീതമാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഫിനിഷ് ചെയ്തിട്ട് കാണാം. ഓക്കെ, ഇപ്പം നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റൗണ്ട് ഫുള്ള് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് യാൺ കട്ട് ചെയ്യാം. യാൺ കട്ട് ചെയ്തു. 2 ടെയിലെൻഡ് നമുക്കിവിടെ കാണാം. ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഹൂക്ക് ഉപയോഗിച്ച് പോട്ടിനകത്തുകൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ യാണിനെ ഇതേപോലെ വലിച്ച് ഉള്ളിലേക്ക് എടുക്കാം. 2 യാണിനെയും ഞാൻ ഇതേപോലെ ഹൂക്ക് ഇൻസേർട്ട് ചെയ്ത് വലിച്ച് ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് പോട്ടിനുള്ളിനകത്ത് ആക്കി 2ഉം കൂടെ നല്ലതുപോലെ ടൈ ചെയ്ത് വെക്കുന്നുണ്ട്. 2-3 തവണ നല്ലതുപോലെ കെട്ടി ടൈറ്റ് ആക്കുക. ഇനി നമുക്ക് പോട്ട് നേരെയാക്കി വെക്കാം. ഇനി യാൺ ഊരിയൊന്നും പോകത്തില്ല, നല്ല സെക്യൂർഡ് ആയിട്ട് ഇരുന്നോളും. അടുത്ത് നമുക്ക് സോയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. മണ്ണിൻ്റെ കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചോക്ലേറ്റ്, ഒരു ബ്രൗൺ കളറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് യാണിങ്ങനെ വലിച്ചതിൻ്റെ തുടക്ക ഭാഗമൊക്കെ കിട്ടാനായിട്ട് പലർക്കും പാടായിരിക്കും. ഉള്ളിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. നമ്മൾ പോട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു സർക്കിൾ ഷേപ്പിലാണ് മണ്ണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സർക്കിൾ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും മാജിക് റിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാജിക് റിങ് ചെയ്യാം. ഈ മാജിക് റിങ്ങിനുള്ളിലേക്ക് നമ്മൾ 14 സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. നമ്മൾ പോട്ട് ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പോട്ട് ചെയ്യാനായിട്ട് നമ്മൾ മാജിക് റിങ്ങും 7 സിംഗിൾ ക്രോഷേ ആയിരുന്നു. ഇവിടെ നമ്മൾ 14 സിംഗിൾ ക്രോഷയാണ് മാജിക് റിങ്ങിൽ ചെയ്യുന്നത്. 14 സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് വരാം. 14 സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഈ ഒരു റൗണ്ട് ക്ലോസ് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഞാൻ നല്ലപോലെ ഒന്ന് വലിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മാജിക് റിംഗ് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യരുത്. സ്റ്റെം ഇൻസേർട്ട് ചെയ്യാനൊരു പോർഷൻ നമുക്ക് അവിടെ ഇട്ടിരിക്കണം. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. 2ാമത്തെ റൗണ്ടിൽ നമ്മളൊരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് 1 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്ന പാറ്റേണിലോ 21 സ്റ്റിച്ചസ് ആണ് നമ്മൾ ചെയ്യുന്നത്.
ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷയിൽ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യാൻ മറക്കരുത്. ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത പൊസിഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ ഊരി സ്റ്റിച്ച് മാർക്കർ ഇട്ട ഫസ്റ്റ് സിംഗിൾ ക്രോഷയിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ക്ലോസ് ചെയ്യാം. മൂന്നാമത്തെ റൗണ്ടിൽ ഒരു ചെയിൻ കൊടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസ് എന്ന പാറ്റേണിലാണ് മൂന്നാമത്തെ റൗണ്ട് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ്. ഇത് തന്നെയായിരുന്നു നമ്മൾ പോട്ടിൻ്റെ പാറ്റേണിലും ചെയ്തിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ മൊത്തം 28 സ്റ്റിച്ചസ് ആണ് നമുക്ക് കിട്ടുന്നത്. റൗണ്ട് കംപ്ലീറ്റ് ആയി വരുമ്പോൾ ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷയിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് റൗണ്ട് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ സോയിലിൻ്റെ പാറ്റേണിൽ മാജിക് സർക്കിൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നില്ല. ഒരു സ്റ്റെം ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത 4ാമത്തെ റൗണ്ടാണ്. 4ാമത്തെ റൗണ്ടിൽ ചെയിൻ കൊടുക്കുന്നുണ്ട്. ചെയിൻ കൊടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ 3 സിംഗിൾ ക്രോഷയും ഒരു ഇൻക്രീസും എന്ന രീതിയിൽ 35 സിംഗിൾ ക്രോഷയാണ് നമ്മൾ ഈ ഒരു റൗണ്ട് ഫുള്ള് ചെയ്യുന്നത്. ഈ ഒരു റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ശരിക്കും സോയിലിൻ്റെ പാറ്റേൺ ഫിനിഷ് ആയിട്ടുണ്ട്. 2.5 mm ഹൂക്ക് ഉപയോഗിച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ 4 റൗണ്ടിൽ നമുക്കിത് ഫിനിഷ് ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്തത് 4 mm ഹൂക്ക് വെച്ചായതുകൊണ്ട് ഇതിൻ്റെ സൈസിൽ ചെറിയ ഡിഫറൻസ് വരും. എനിക്ക് ഒരു റൗണ്ട് കൂടി ചെയ്താൽ മാത്രമേ, ഞാനൊരു ഫുൾ റൗണ്ട് സിംഗിൾ ക്രോഷേ കൂടി ചെയ്തിട്ടാണ് പോട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ പറ്റിയ അളവിൽ ഈ സോയിലിൻ്റെ പാറ്റേൺ ആയത്. ലാസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഇത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഒരു ചെയിൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. യാണിൻ്റെ അറ്റം നല്ലതുപോലെ വലിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം, ലൂസായി പോകാൻ പാടില്ല. ഒരു ചെയിൻ കൂടി ഇട്ട് കൊടുത്തു. ഇനി യാൺ ഹൂക്കിനകത്തൂടെ തന്നെ പിടിച്ച് വലിച്ച് കുറച്ച് ലെങ്തിൽ തന്നെ നമുക്ക് വലിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് യാൺ കട്ട് ചെയ്യാം. ഈ യാൺ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ചേർക്കാനുള്ളതാണ്. അപ്പം അതിനായിട്ട് ആവശ്യമുള്ള അളവിൽ കുറച്ച് നീളത്തിൽ തന്നെ നമുക്ക് യാൺ കട്ട് ചെയ്തെടുക്കാം. ഫ്ലവറും ലീഫും സ്റ്റെമ്മും ഒക്കെ ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. പറയുന്നതൊക്കെ മനസ്സിലായി കാണും എന്നും കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്